പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി അതിൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ് നിരന്തരം വിമർശനങ്ങൾക്കും വിചാരണയ്ക്കും വിധേയമാക്കപ്പെടുന്ന അഭൂതപൂർവമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലെ CPM-ൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റികളിൽ വിമർശിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, CPM-ന് പുറത്ത് CPI-യുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഈ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എടുത്ത് അലക്കുന്ന ഒരു സാഹചര്യം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവ് പോലും പരസ്യമായി പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരു കാലം. CPM-ന്റെ പോഷക സംഘടനയായിട്ടുള്ള NGO യൂണിയൻ്റെ സമ്മേളനത്തിൽ പോലും പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നു വരുന്ന കാലം. ദീർഘകാലം പിണറായി വിജയൻ്റെ ഒരു ക്രോണിയായി പിണറായി വിജയനോടൊപ്പം നിന്നിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പോലും CPM-ന്റെ പിണറായി വിജയൻ്റെ മരുമകനെ വിമർശിക്കുന്ന കാലം. ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഏകാധിപതിയെപ്പോലെ CPM-നെ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളായി ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ വിചാരണ ചെയ്യപ്പെടുമ്പോൾ, തലങ്ങും വിലങ്ങും അടി പിണറായി വിജയൻ ഏറ്റുവാങ്ങുമ്പോൾ ഉള്ളിലെങ്കിലും പൊട്ടിച്ചിരിക്കുന്ന ഒരു നേതാവ് ഉണ്ടാകും എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ VS അച്യുതാനന്ദനായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ VS-നെ കുറിച്ചിട്ടല്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വേറൊരു നേതാവിനെ കുറിച്ചിട്ടാണ്. ആ നേതാവ് ഇപ്പോഴും പാർട്ടിയിലുണ്ട്. പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റിയിലെ നേതാവുണ്ട്. ആ നേതാവ് ഒരുപക്ഷെ പുറമേ ചിരിക്കും എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ നേതാവ് ഉള്ളാലെ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. സുഹൃത്തുക്കളെ, അത് മറ്റാരുമല്ല, 2022 CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമായി തിരിച്ചെത്തിയ T. ശശിധരൻ എന്ന് പറയുന്ന ഒരു തീപ്പൊരി നേതാവ്. അദ്ദേഹം പണ്ടായിരുന്നു തീപ്പൊരി നേതാവ്, ഇപ്പോഴല്ല കേട്ടോ. അദ്ദേഹം ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ആരായിരുന്നു T. ശശിധരൻ? T. ശശിധരൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് മാത്രമല്ല, അതുല്യനായിട്ടുള്ള സംഘാടകൻ. പ്രത്യയശാസ്ത്ര ശുദ്ധിയോടുകൂടി CPM-ന്റെ നയങ്ങളും പ്രത്യയശാസ്ത്രവും ജനങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ വിവരിച്ചു കൊടുക്കുന്ന അതുല്യനായ ഒരു പ്രാസംഗികൻ. ഏത് മുക്കിനും മൂലയിലും ചെന്നാലും നൂറുകണക്കിന് ആളുകൾ പ്രസംഗം കേൾക്കാൻ തിങ്ങിക്കൂടുന്ന ഒരു വാഗ്മി. എവിടെ ചെന്നാലും ആൾ കൂടുമായിരുന്നു. DYFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ T. ശശിധരനെ പ്രസംഗിക്കാൻ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു ആളുകൾ. T. ശശിധരൻ DYFയുടെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ അച്യുതാനന്ദൻ അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നു 2001-2006 കാലഘട്ടത്തിൽ. അന്ന് DYFയിലുമൊക്കെ VS അച്യുതാനന്ദന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന വേറൊരു നേതാവുണ്ടായിരുന്നു, കൊല്ലത്തു നിന്നുള്ള നേതാവ്. ആ നേതാവ് ഇപ്പോൾ മുസ്ലിം ലീഗിലാണ്, ഞാൻ പേര് പറയുന്നില്ല. എന്തായാലും VS അച്യുതാനന്ദന് വലിയ സ്വാധീനം DYFയിലുണ്ടായിരുന്നു. DYFI അന്നൊരു സമര സംഘടനയായിരുന്നു. ആ സമര സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു T. ശശിധരൻ. സ്വാഭാവികമായും VS അച്യുതാനന്ദൻ്റെ വളരെ വിശ്വസ്തനായിരുന്നു T. ശശിധരൻ. അങ്ങനെ അല്ലാതാകാൻ പറ്റുമായിരുന്നില്ല അന്ന്. T. ശശിധരൻ്റെ നേതൃത്വത്തിൽ DYFI ഒരു സമര സംഘടനയായി നിലകൊള്ളുന്ന അവസരത്തിലാണ് 2004 അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഗുരുതരമായ ഒരാരോപണം ഉയരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, 2004 UDF സർക്കാർ ADB വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വായ്പ എടുത്തതിനെതിരായി CPM-ന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലുമുള്ള കളക്ട്രേറ്റുകൾക്ക് ചുറ്റും ഉപരോധ സമരം നടക്കുകയായിരുന്നു. അത് 10 ദിവസത്തെ ഉപരോധ സമരം മറ്റുമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഉപരോധ സമരം നടക്കുന്ന സമയത്ത് പിണറായി വിജയനും കുടുംബവും, അല്ലെങ്കിൽ പിണറായി വിജയനും ഭാര്യയും മക്കളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് സിംഗപ്പൂരിൽ ഉല്ലാസയാത്രയ്ക്ക് പോയി. അന്ന് പിണറായി വിജയനായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. ആ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ സ്വന്തം പാർട്ടി UDF സർക്കാർ ADB വായ്പ എടുത്തതിനെതിരെ ജില്ലാ കളക്ട്രേറ്റുകൾക്ക് ചുറ്റും 10 ദിവസത്തെ ഉപരോധ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ പങ്കെടുക്കാതെ ഉല്ലാസയാത്രയ്ക്ക് പോയി പിണറായി വിജയൻ കുടുംബസമേതം.
അങ്ങനെ പോയി തിരിച്ചു വന്ന പിണറായി വിജയനെ സംസ്ഥാന കമ്മിറ്റിയിലിട്ട് നിർത്തിപ്പൊരിച്ചു. ആര്? ടി ശശിധരൻ എന്ന് പറയുന്ന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി. അതിഭീകരമായിരുന്നു ആക്രമണം. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതാണോ ഇതുപോലുള്ള നടപടികൾ, നയസമീപനങ്ങൾ എന്ന് ടി ശശിധരൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിച്ചു. ആടി ഉലഞ്ഞു, സംസ്ഥാന കമ്മിറ്റി ആടി ഉലഞ്ഞു. അത്രയ്ക്ക് അതിശക്തവും അതിരൂഢവും പ്രൗഢോജ്വലവുമായിരുന്നു ടി ശശിധരൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ പിണറായി വിജയനെതിരായിട്ടുള്ള പ്രസംഗം. പിണറായി വിജയൻ ശരിക്കും ചുളുങ്ങിപ്പോയി, കരിഞ്ഞുപോയി, വിവസ്ത്രനായിപ്പോയി എന്ന് പറയാം. പക്ഷേ പിണറായി വിജയൻ്റെ പക അവിടെ നിന്ന് ആരംഭിച്ചു. ടി ശശിധരൻ എന്ന് പറയുന്ന ആ തീപ്പൊരി നേതാവിനെ ഇല്ലാതാക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ പിണറായി വിജയൻ തീരുമാനിച്ചു. അന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ടി ശശിധരൻ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നു. ആ ടി ശശിധരനെ പിന്നെ ഒന്നൊന്നായി ഈ പറഞ്ഞ പോലെ ചെത്തി വെട്ടി 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 ഇല്ലാതാക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. 2005 മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്ന് ടി ശശിധരനും കൂടി ഭാഗമായിരുന്ന തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. അവിടെ സംഘടനാ സമിതി കൊണ്ടുവന്നു. അവിടെ നിന്ന് ടി ശശിധരനെ പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി അവസാനം പാർട്ടിയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബ്രാഞ്ചിലോ മറ്റോ കൊണ്ടുവന്ന, ബ്രാഞ്ച് എവിടെ ഏത് പ്രദേശത്തെ ബ്രാഞ്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ കൊണ്ടുവന്ന് അവിടെ നിലനിർത്തി. അങ്ങനെ പിണറായി വിജയന് ടി ശശിധരനോടുള്ള പക, പ്രതികാരം പിണറായി വിജയൻ തീർത്തു. എന്തിന്? തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ അതിരൂക്ഷമായി വിമർശിച്ചതിന്. ആ ടി ശശിധരൻ പക്ഷേ അവിടെ നിന്ന് പ്രവർത്തിച്ചു. അയാൾ പിന്നീട് പിണറായി വിജയനെതിരായി തിരിച്ചടിക്കാനൊന്നും മുതിർന്നില്ല എന്നാണ് അതിനൊന്നും അതിനോടൊന്നും വലിയ യോജിപ്പൊന്നുമില്ല. എന്തായാലും അയാൾ ആ താഴെത്തട്ടിലെ പാർട്ടിയിൽ അവിടെ കിടന്നു. അയാൾ പാർട്ടിയുടെ നയസമീപനങ്ങൾക്ക് അനുസൃതമായി അവിടെ തന്നെ നിന്നയാൾ പാർട്ടി വിട്ടൊന്നും പോയില്ല. അങ്ങനെ കിടന്ന് അവിടെ ഇവിടെയൊക്കെ ചില്ലറ മീറ്റിങ്ങുകൾക്കൊക്കെ വിളിക്കുമായിരുന്നു. അതൊക്കെ കിടന്ന് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ജീവിതം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നൊരു കുടുംബത്തിലായിരുന്നു എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അയാൾ അവിടെ തന്നെ കിടന്നു, CPM-കാരനായി തന്നെ നിന്നു. CPM-നെതിരായില്ല, CPM-ൻ്റെ പാർട്ടിക്ക് പുറത്തായില്ല, പിണറായി വിജയനെ വിമർശിച്ചില്ല. അങ്ങനെ അവിടെ കിടന്ന് ഏതാണ്ട് 17-18 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ പാർട്ടിയിൽ അച്ചടക്കമുള്ളൊരു പ്രവർത്തകനായി പ്രവർത്തിക്കുമെന്നുള്ള ബോധ്യം വന്നതിനെ തുടർന്ന് 2022 അയാളെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. അതായത് 2004 പുറത്താക്കി. 18 വർഷങ്ങൾക്ക് ശേഷം ടി ശശിധരനെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തു. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എന്തായാലും അയാൾ തിരിച്ചു വന്നതിന് ശേഷവും തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ തെറ്റായ പോക്കിനെതിരായിട്ടുള്ള വിമർശകരുടെ കൂട്ടത്തിൽ ടി ശശിധരൻ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. അത്രയും നല്ലത്. സോ ഫാർ സോ ഗുഡ് എന്ന് പറയാം. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല സുഹൃത്തുക്കളെ. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം, അതായത് തന്നെ പുറത്താക്കി 18 വർഷങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ വിമർശിക്കപ്പെടുമ്പോൾ, പിണറായി വിജയൻ വഴി കിടന്ന ചെണ്ട പോലെ പിണറായി വിജയനെ പോകുന്നവനും വരുന്നവനും എല്ലാം ഓരോ അടി കരണക്കുറ്റിക്കിട്ട് കൊടുത്തിട്ട് പോകുമ്പോൾ ഉള്ളാലെയെങ്കിലും ചിരിക്കുന്ന പല നേതാക്കന്മാരിൽ ഒരാൾ ടി ശശിധരൻ ആയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ